ഹായ് ഹലോ ഫോണിൽ റീസ്റ്റാർട്ട് ബട്ടൺ ഉള്ള പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി ജീവിതത്തിന് റീസ്റ്റാർട്ട് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു തോന്നലൊക്കെ എല്ലാവരുടെ മനസ്സിലും ചില സമയങ്ങളിൽ വരാറുണ്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ജീവിതം നന്നാക്കണമെങ്കിൽ നമ്മൾ നേരെയാവണം, അത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ആരും നമ്മളെ നേരെയാക്കാൻ വരത്തില്ല. പിന്നെ ഒരു കാര്യം, എന്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നിങ്ങൾ ഒരിക്കലും പടച്ചവനെ കുറ്റം പറയരുത് കേട്ടോ. പടച്ചവൻ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ആര് തടുത്താലും നിങ്ങളുടെ കൈക്ക് എത്തിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യമാണെങ്കിൽ പടച്ചോൻ ദൂരെയാക്കും കേട്ടോ ആ ഒരു കാര്യത്തിന്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും പടച്ചവനെ കുറ്റപ്പെടുത്തരുത്. അതായത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും പടച്ചവനെ കുറ്റപ്പെടുത്തി പറയരുത് കേട്ടോ. എന്തിനാ പടച്ചവൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നീ തരുന്നത്? ഞാൻ എന്താ ചെയ്യുന്നത് നിന്നെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും പടച്ചവനെ നോക്കി ചോദിക്കാൻ പാടില്ല കേട്ടോ. പടച്ചവൻ നമ്മുടെ നല്ലത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നടന്നു പോയാലും നമ്മൾ അതൊന്നും ആലോചിക്കാണ്ട് ഒന്നും കൂടി നമ്മുടെ ജീവിതത്തിന് പുതിയതായിട്ട് തുടങ്ങുക കേട്ടോ. തുടങ്ങാൻ കൂടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പടച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പടച്ചവൻ്റെ വിശ്വാസം കൊണ്ട് ഒന്ന് കയറി വരിക, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് റിലേറ്റീവ്സും ബന്ധുക്കാരും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ കൂടെ നമ്മളെ ജനിപ്പിച്ച പടച്ചവൻ മാത്രമേ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അത് ഏത് മതക്കാരായിക്കോട്ടെ, ആരിനെ സംബന്ധിച്ചും നമ്മുടെ പടച്ചവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്കൊരു പ്രയാസം വരുമ്പോഴും ആ ഒരു പ്രയാസത്തിൽ നിന്ന് എങ്ങനെ എണീറ്റ് വരണം എന്നുള്ള കാര്യം ഒരു വഴിയും പടച്ചവൻ കാണിച്ചു തരും. അങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കാൻ വിടില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എത്ര പേര് ഈ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മനസ്സിനുള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം, അതുപോലെ തന്നെ മാതാപിതാക്കളിനെ എന്തെങ്കിലും ഒരു സഹായിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മക്കളായുള്ള കടമകളാണ്. അപ്പോൾ ആ ഒരു കടമകളൊക്കെ നിങ്ങൾക്ക് നന്നായി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. വർക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ.